എനിക്ക് രാഹുലിനോട് ഒരു ചോദ്യം നേരിട്ടാണ്. താങ്കൾ ഇതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ചിട്ട് പറഞ്ഞു, ഘടനാപരമായ മാറ്റമാണ് വരേണ്ടത്, പൊളിറ്റിക്കൽ ഒരു സ്ട്രൈക്കിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞു. എനിക്ക് ഒരൊറ്റ ചോദ്യം, രാഹുലിന്റെ ബോധ്യം എന്താണെന്ന് അറിയാനാണ്. രാഹുൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തിട്ടുണ്ട്, മറ്റു സ്ഥലത്ത് വോട്ടുള്ളപ്പോൾ തന്നെ. സ്വന്തം ഡ്രൈവറുടെ തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത് മറ്റൊരാളുടെ വിലാസത്തിൽ കള്ളത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ശരിയായ നിലപാടാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കി വോട്ടുകളുടെ എണ്ണം ഒക്കെ വിട്ട് 10,000-കണക്കിന് എണ്ണം അത് ശരിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അല്ലല്ല, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആരെയും വേദനിപ്പിക്കാതെ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആരെയും വേദനിപ്പിക്കാതെ ഡയറക്റ്റായി അതാണ് ഡയറക്റ്റായി മറുപടി പറയാം. നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം അല്ല രാഹുലെ, വേദനിച്ചോട്ടെ. വ്യാജ വോട്ട് ചേർക്കുന്നവർ വേദനിക്കും. അങ്ങനെ നമ്മൾ ആരെയും സോഫ്റ്റ് ആക്കേണ്ട കാര്യമില്ല. വ്യാജ വോട്ട് ചേർക്കുന്നവർക്ക് വേദന ഉണ്ടാകണം. അല്ല, അങ്ങനെയല്ല. അത് വ്യാജ വോട്ടല്ല. അവർ രണ്ട് സ്ഥലത്ത് പോയി വോട്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് ആരുടെ കുടുംബമാണെങ്കിലും അവർ വേറൊരു സ്ഥലത്ത് പോയി കൂടെ വോട്ട് ചെയ്യുന്നില്ല. രാഹുലെ ഇപ്പൊ ഒരു സെക്കൻഡ് ജിൻഡോ, രാഹുൽ BJP രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ജിൻഡോ. രാഹുൽ ഒരു സെക്കൻഡ്, രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു സെക്കൻഡ്, ഇവര് തന്നെ പറയുന്നു ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ കാണാതിരിക്കുന്നു. നമുക്കാർക്കും കാണാൻ കഴിയാത്ത ഒരു തെളിവുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ഇവർ പറയുന്നത് ശരിയെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു വാദമാവുക രാഹുൽ? അദ്ദേഹത്തിന്റെ ഫാമിലി വേറെ സ്ഥലത്ത് പോയി വോട്ട് ചെയ്താൽ നാട്ടുകാർ അറിയാതിരിക്കും. ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന വേന്ദ്രൻ ഉണ്ടല്ലോ, തൃശ്ശൂരത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന വേന്ദ്രൻ, ഷാജി വാരൂരോ എന്തോ ചേലക്കരക്കാരൻ അല്ലേ, അയാളും അയാളുടെ ഭാര്യയും ഈ തൃശ്ശൂരിലേക്ക് വരുന്നു. അപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും, ഇനിയും വരുമല്ലോ അത്. അപ്പോൾ ഇത് ഇന്നലെയും ഒക്കെ വന്നിട്ടുണ്ട് ആ മഹാൻ. നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയാത്ത ആളൊന്നുമല്ല. അത്രയും ജനാധിപത്യ സമൂഹം ജാഗ്രതയോടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാളുടെ മുഖം. അതുകൊണ്ട് രാഹുലെ കാണാൻ പറ്റും. എന്തായാലും അയാൾക്ക് ഈ രണ്ട് തരം ID കാർഡുകളാണ്. രണ്ടിനും ഇപ്പോൾ ID കാർഡ്, ഇപ്പോൾ അജയകുമാറിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ID കാർഡാണ്, മേൽവിലാസം 2. ഇവിടെ അങ്ങനെയല്ല, 2 ID കാർഡുകളാണ്, അതിൻ്റെ നമ്പർ സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ വിപുലമായൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ അവിടെ വോട്ട് ചെയ്തില്ലല്ലോ, ഇവിടെയല്ലേ വോട്ട് ചെയ്തുള്ളൂ. എന്തുറപ്പ്? 45 ദിവസം കഴിഞ്ഞില്ലേ, കൊല്ലം 1.5 കഴിഞ്ഞില്ലേ? അവിടെയാണ് ശ്രീ വേണു ഒരു കാര്യം വളരെ സാങ്കേതികമായി ചോദിച്ചോട്ടെ. നമ്മുടെ ഇലക്ഷൻ അതിന്റെ ചെക്ക് ആൻഡ് ബാലൻസുകളില്ലേ? അങ്ങനെ ID കാർഡ് ഉണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. 2 സ്ഥലത്ത് പേര് ചേർക്കുന്നത് ശരിയല്ല. പക്ഷേ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ്. ആ വിഷയം നമ്മൾ മറക്കരുത്. അപ്പൊ ഘടനാപരമായ തെറ്റുകൾ അംഗീകരിക്കുന്നതിനോടൊപ്പം അൺറിയലിസ്റ്റിക് ആയി ഇത് ഹൈപ്പ് അപ്പ് ചെയ്യരുത്.